വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴേ അവരുടെ മുൻപിൽ സ്റ്റാറാവാൻ പറ്റിയ അടിപൊളി പായസമാണ് പഴം കൊതിപ്പിച്ച പായസം. ഇത് പഴം വെച്ചിട്ടാണ് ചെയ്തേക്കണേന്ന് ഇത് കഴിച്ചു നോക്കിയാൽ ആരും പറയില്ല കേട്ടോ. മെൽറ്റായിട്ടുള്ള നെയ്യിലേക്ക് 3 പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഈ രീതിയിലായി കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് 1 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണേ. ഇതുപോലൊന്ന് കാരമലൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പഴം കൂടി ചേർത്ത് കുറച്ച് ഏലക്ക പൊടിച്ചതും 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇതുപോലൊന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കണേ. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം 2 കപ്പ് പാലെടുക്കുക. പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി നന്നായിട്ട് എല്ലാ ഭാഗത്തോടും ഇളക്കൊക്കെ എത്തിയതിന് ശേഷം നന്നായിട്ട് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്തിടുക. മറ്റൊരു പാൻ വയ്ക്കുക. അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ചൂടായി കഴിയുമ്പോൾ കാഷ്യൂ, കിസ്മിസ്, പഴം ഒരെണ്ണം നുറുക്കിയതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി പായസത്തിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ചൂടോടുകൂടി വേണമെങ്കിൽ കഴിക്കാം, അതല്ല തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. എന്തായാലും 2 രീതിയിൽ കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പഴം കൊതിപ്പിച്ച പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ചൂടോടെ തന്നെയാണ് കഴിക്കാൻ പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ബൈ ബൈ ഫ്രം ഹൗസ് ഓഫ് ടേസ്റ്റ്. താങ്ക് യു.